നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക്. രാജ്യത്തെ നടുക്കിയ കാശ്മീർ ഭീകരാക്രമണത്തിന്റെ വാർത്തയറിഞ്ഞതിന് പിന്നാലെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനം ഏതാനും മണിക്കൂറുകൾ മാത്രമാക്കി ചുരുക്കി മോദി യാത്ര അവസാനിപ്പിക്കുകയാണ്. തിരികെ രാജ്യത്തേക്ക് എത്തുകയാണ് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ജമ്മു പഹൽഗാം ഭീകരാക്രമണത്തിൽ മലയാളികളടക്കം 29 പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് റിപ്പോർട്ട്. കൊച്ചി ഇടപ്പള്ളി സ്വദേശിയായ എൻ രാമചന്ദ്രൻ എന്ന മലയാളി അടക്കമാണ് മരണപ്പെട്ടിരിക്കുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. ആക്രമണം നടന്ന പ്രദേശം വളഞ്ഞ സൈന്യം ഭീകരർക്കെതിരെയുള്ള തിരച്ചിൽ നടത്തുന്നു. 2 ഭീകരരെ വധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചനകളും പുറത്തുവരുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ ഭീകര ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ച രംഗത്തെത്തിയിരുന്നു. ഇത്രയും ഹീനമായ കൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും വെറുതെ വിടില്ല എന്നുമാണ് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിലൂടെ പ്രതികരിച്ചത്. ഭീകരാക്രമണത്തിൽ മൃതിയെ അടഞ്ഞവരുടെ കുടുംബത്തോട് അദ്ദേഹം അനുശോചനം അറിയിക്കുന്നു എന്നും അറിയിച്ചു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ ഞാൻ ശക്തമായി അപലപിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി കുറിച്ചത്. പ്രിയപ്പെട്ടവരെ നഷ്ടമായ എല്ലാവരോടും അനുശോചനം അറിയിക്കുന്നു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും ഹീനമായ കൃത്യം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരെ ഒരു തരത്തിലും വെറുതെ വിടില്ല. അവരുടെ ദുഷിച്ച പദ്ധതി ഒരിക്കലും നടപ്പാക്കുകയില്ല. ഭീകരവാദം ഇല്ലാതാക്കുക എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തിന് ഒരിളക്കവും ഉണ്ടാകില്ല എന്നും അത് കൂടുതൽ ശക്തമായി തുടരുമെന്നാണ് പ്രധാനമന്ത്രി കുറിച്ചത്. അതേസമയം 43 വർഷത്തിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിലേക്ക് എത്തുന്നു എന്നതിന്റെ ആവേശത്തിൽ തന്നെയായിരുന്നു ജിദ്ദയിലെ പ്രവാസികൾ ഒന്നടങ്കം. ഹജ്ജ് ക്വാട്ടയിൽ വർധനവ് വരുത്തണം എന്നതടക്കമുള്ള നിരവധി പ്രധാനപ്പെട്ട ആവശ്യങ്ങളും ചർച്ചകളും ഒക്കെ നടക്കാനിരിക്കെയാണ് ഈ അപ്രതീക്ഷിത വാർത്ത രാജ്യത്തെ ഒന്നടങ്കം നടുക്കിക്കൊണ്ട് പുറത്തുവന്നത്. പ്രധാനമന്ത്രിയുമായി സംവദിക്കാൻ വലിയ പൊതുപരിപാടികൾ ഇല്ല എങ്കിലും തങ്ങൾ ജീവിക്കുന്ന ദേശത്ത് പ്രധാനമന്ത്രി 2 ദിവസം ചെലവിടുന്നു എന്നുള്ള ആഹ്ലാദം പ്രവാസി ഇന്ത്യക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തുവരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഗൾഫ് അടക്കം ലോകത്തിലെ വിവിധ കോണുകളിലുള്ളവർ ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരുന്നു. ഈ ഒരു സമയത്താണ് കാശ്മീരിലെ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള വാർത്ത വന്നിരിക്കുന്നത്. ഇതോടെ 2 ദിവസത്തെ സന്ദർശനമാണ് ഏതാനും മണിക്കൂറുകളാക്കി മാറ്റി ചുരുക്കിക്കൊണ്ട് മോദി തിരികെ നാട്ടിലേക്ക് വരാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി ചർച്ച നടത്തി നിരവധി കരാറുകൾ ഒപ്പിട്ട മോദി ജിദ്ദയിലെ കൊട്ടാരത്തിൽ ഒരുക്കിയിട്ടുള്ള അത്താഴ വിരുന്നിൽ പങ്കെടുത്തിട്ടില്ല. ഇന്ന് രാവിലെ ജിദ്ദയിലെ ഈന്തപ്പഴ ഫാക്ടറിയിലെ ഇന്ത്യൻ തൊഴിലാളികളെ സന്ദർശിക്കാനായിരുന്നു പ്രധാനമന്ത്രി പദ്ധതിയിട്ടിരുന്നത്. ഇത് മാറ്റിവെക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഴുവൻ പരിപാടികളും റദ്ദാക്കിക്കൊണ്ടാണ് അദ്ദേഹം മടക്കയാത്ര തീരുമാനിച്ചത്. രാത്രി 11 മണിയോടെ തന്നെ പ്രധാനമന്ത്രി ജിദ്ദയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിക്കുകയുണ്ടായി. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് സൗദിയിലെ കിങ് അബ്ദുൽ അസീസ് വിമാനത്താവളത്തിൽ ഇറങ്ങിയ പ്രധാനമന്ത്രിക്ക് വലിയ ഊഷ്മളമായ സ്വീകരണമൊക്കെ നടത്തിയിരുന്നു. ആകാശത്ത് നിന്ന് തന്നെ സൗദി പോർ വിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് മോദിയെ ജിദ്ദയിലേക്കൊക്കെ വരവേറ്റിരുന്നത്. ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെയൊരു സംഭവം. വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ നിരവധി പ്രമുഖരും അവിടെ എത്തിയിരുന്നു. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് നേരെ റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിലെത്തിയ പ്രധാനമന്ത്രി അവിടെയും ഊഷ്മളമായ സ്വീകരണത്തിന് തന്നെയാണ് വിധേയനായത്. നൃത്യങ്ങളും പാട്ടുകളും ഒക്കെയായി മോദിയെ ജിദ്ദ വലിയ ആഘോഷത്തോടെ വരവേൽക്കുകയായിരുന്നു. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കകം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ഭീകരാക്രമണത്തിന്റെ വാർത്ത വന്നത് രാജ്യത്തെയും അതുപോലെ തന്നെ എല്ലാവരെയും ഒന്നടക്കം ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ സന്തോഷം ഒന്നാകെ മാറി ജിദ്ദയിലും ഈ ഭീകരാക്രമണത്തിന്റെ ആ ഒരു വേദന പടർന്നു പിടിച്ചിട്ടുണ്ട്. എന്തായാലും വൈകിട്ടോടെ മോദി ജിദ്ദയിലെ അൽ സലാമ കൊട്ടാരത്തിൽ എത്തുകയും മോദിയെ സ്വീകരണത്തിനായി കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അദ്ദേഹത്തെ ഏറെ നേരം ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്തു. തുടർന്ന് ഇരുവരും കൊട്ടാരത്തിന്റെ അകത്തളത്തിലേക്ക് നടന്നുപോയി. ഭീകരവാദത്തിനെതിരായ പോരാട്ടം ഒന്നിച്ചു നയിക്കുമെന്നും ഇന്ത്യയുടെ സങ്കടത്തിൽ പങ്കുചേരുന്നുവെന്നും അദ്ദേഹം കിരീടാവകാശി പറയുകയുണ്ടായി.
ഇന്ത്യ സൗദി അറേബ്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൗൺസിലിന്റെ രണ്ടാമത്തെ യോഗമാണ് കഴിഞ്ഞ ദിവസം ജിദ്ദ അൽ സലാമ കൊട്ടാരത്തിൽ നടന്നത്. കൗൺസിലിന്റെ അടുത്ത യോഗത്തിൽ പങ്കെടുക്കാൻ മുഹമ്മദ് ബിൻ സൽമാനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഊർജം, സാങ്കേതികവിദ്യ, കൃഷി, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലകളെ ഉൾക്കൊള്ളുന്ന കരാറുകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. കുറച്ചു വർഷങ്ങളായി സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, പരിശീലന പരിപാടികൾ, പ്രതിരോധ വ്യവസായത്തിലെ സഹകരണം ഇവയൊക്കെ ഉൾപ്പെടെയുള്ള മേഖലകളിലെ പങ്കാളിത്തം യോഗം വിലയിരുത്തിയിട്ടുണ്ട്. സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൗൺസിലിന്റെ കീഴിൽ പുതിയ മന്ത്രിതല പ്രതിരോധ സഹകരണ കമ്മിറ്റി സ്ഥാപിക്കാനും തീരുമാനമുണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി SPCയുടെ കീഴിൽ ഒരു പുതിയ മന്ത്രിതല ടൂറിസം സാംസ്കാരിക സഹകരണ കമ്മിറ്റി സ്ഥാപിക്കാനും തീരുമാനിച്ചു. ഇന്ത്യ സൗദി അറേബ്യ സഹകരണ കൗൺസിലിന് കീഴിൽ രാഷ്ട്രീയം, കോൺസുലാർ, സുരക്ഷാ സഹകരണം, പ്രതിരോധ സഹകരണം, സാമ്പത്തിക, ഊർജ്ജ നിക്ഷേപ സാങ്കേതിക കമ്മിറ്റി, ടൂറിസം, സാംസ്കാരിക സഹകരണ കമ്മിറ്റി തുടങ്ങിയവയ്ക്കുള്ള സമിതികളും രൂപീകരിച്ചേക്കും. നിക്ഷേപ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് ഹൈ ലെവൽ ടാസ്ക് ഫോഴ്സ് ഓൺ ഇൻവെസ്റ്റ് സമിതിയും രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഊർജ്ജം, പെട്രോ കെമിക്കൽസ്, അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യ, ഫിൻടെക്, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ടെലികമ്മ്യൂണിക്കേഷൻ, ഫാർമസ്യൂട്ടിക്കൽസ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ആരോഗ്യം തുടങ്ങിയിട്ടുള്ള മേഖലകളിലും ഇന്ത്യയിൽ $100 ബില്യൺ നിക്ഷേപിക്കാനുള്ള സൗദി അറേബ്യയുടെ പ്രതിബദ്ധതയെ അടിസ്ഥാനമാക്കി സംയുക്ത ഹൈ ലെവൽ ടാസ്ക് ഫോഴ്സ് ഓൺ ഇൻവെസ്റ്റ്മെന്റിന് വിവിധ മേഖലകളിലേക്ക് ധാരണയായിട്ടുണ്ട് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഇന്ത്യയിൽ 2 എണ്ണ ശുദ്ധീകരണശാലകൾ സൗദി അറേബ്യ നിർമ്മിക്കാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. സൗദി ബഹിരാകാശ ഏജൻസിയും ഇന്ത്യൻ ബഹിരാകാശ വകുപ്പും തമ്മിൽ സമാധാനമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ടുള്ള ബഹിരാകാശ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നതിന്റെ കരാറും ഒപ്പുവെച്ചു എന്നാണ് വിവരം. ആരോഗ്യ മന്ത്രാലയങ്ങൾ തമ്മിൽ സഹകരണ കരാറുകളിൽ ഒപ്പിട്ടിട്ടുണ്ട്. സൗദി അറേബ്യൻ ആന്റി ഡോപ്പിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസിയും തമ്മിൽ ആന്റി ഡോപ്പിംഗ് വിദ്യാഭ്യാസവും പ്രതിരോധവും സംബന്ധിച്ച് സഹകരണത്തിനുള്ള ധാരണാപത്രത്തിലും കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഒപ്പിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സൗദി പോസ്റ്റ് കോർപ്പറേഷനും ഇന്ത്യൻ തപാൽ വകുപ്പും തമ്മിൽ സഹകരണ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പേയ്മെന്റ് ഗേറ്റ്വേകൾ ബന്ധിപ്പിക്കുന്നതിനും പ്രാദേശിക കറൻസികൾ വ്യാപാരം നടത്തുന്നതിനുള്ള ഗേറ്റ്വേ തുറക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയെന്നാണ് വിവരം.